كفاني علم ربي من سؤالي. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ആത്മീയ ചികിത്സകൻ, ഖുർആൻ കൊണ്ട് രോഗികളെ ചികിത്സിക്കുന്ന വ്യക്തി, അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ അദ്ദേഹത്തിന് പൂർണ്ണമായും ഉണ്ടാകേണ്ടതുണ്ട്. അതിനെ സംബന്ധിച്ചാണ് മുന്നേ സൂചിപ്പിച്ചത്. ഇപ്പോൾ വീണ്ടും സൂചിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഖുർആൻ ചികിത്സകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്ന ദൗത്യം വളരെ ഗൗരവവും പ്രാധാന്യവുമുള്ളതാണ്. കാരണം പിശാചിനെ ഓടിക്കുക, സിഹിർ ബാധ ഏറ്റ ആളിൽ ബാധിച്ച ആ ബാധയെ ഒഴിപ്പിക്കുക, സിഹിർ ബാത്തിലാക്കുക, പിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഏറ്റ ആളെ അതിൽ നിന്നും മോചിപ്പിക്കുക. മെഡിക്കൽ രംഗത്ത് ഡോക്ടർമാർക്കോ വൈദ്യന്മാർക്കോ സാധിക്കാത്ത വിഷയമാണ്. അതൊരു ചികിത്സകൻ ഏറ്റെടുത്ത് ചെയ്യുന്നത് എന്ത് ധൈര്യത്തിലാണ്? അദ്ദേഹം പിശാചിനെ കാണുന്നില്ല, പിശാചിൻ്റെ നീക്കങ്ങൾ അറിയുന്നില്ല. ചികിത്സാ സന്ദർഭത്തിൽ അത്തരം പിശാചുക്കളുടെ ഉപദ്രവം ചികിത്സകനും ഉണ്ടാകാം. അല്ലെങ്കിൽ മറ്റ് സന്ദർഭങ്ങളിൽ ഈ പിശാചുക്കൾ ചികിത്സകനോടുള്ള വിരോധം പല വിധത്തിൽ പ്രകടിപ്പിക്കാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, രോഗിയെ രോഗത്തിൽ നിന്നും മോചിപ്പിക്കണം. രണ്ട്, തന്നെ സ്വയം പ്രൊട്ടക്ഷൻ ചെയ്യണം. അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക? തീർച്ചയായും ഒരേ ഒരു മറുപടിയാണ്, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുത്ത് ചികിത്സകന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിന് സാധിക്കാത്ത ആളുകൾ അത്തരം രോഗികളെ തന്ത്രപൂർവ്വം ഒഴിവാക്കുകയോ മറ്റോ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ചികിത്സകന് പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. അത് അള്ളാഹുവിൽ നിന്നുള്ള പ്രൊട്ടക്ഷനാണ്. അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ അവിടെ പ്രതീക്ഷിക്കുന്നുള്ളൂ. രോഗിയുടെ രോഗം മാറാൻ അള്ളാഹുവിൻ്റെ സഹായം വേണം. ചികിത്സാ രംഗത്തുണ്ടാകുന്ന സാധ്യതയുള്ള അപകട വിഷയങ്ങളിൽ ചികിത്സകന് സുരക്ഷിതത്വം വേണം. അപ്പം ഇതിന് റബ്ബിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ ചികിത്സകന് ലഭ്യമാക്കാം, അതിൻ്റെ കാര്യങ്ങളാണല്ലോ മുമ്പ് സൂചിപ്പിച്ചത്. അതായത് ദിക്ർ, ദുആ, ഇബാദത്ത്, നമസ്കാരത്തിൻ്റെ കൃത്യനിഷ്ഠ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ അള്ളാഹുവും റസൂലും പറഞ്ഞ ആ രീതിയിൽ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഔറാദുകളും അദ്കാറുകളും നിലനിർത്തി മുന്നോട്ട് പോകുക. എന്നാൽ അതുകൊണ്ട് മാത്രം പൂർണ്ണമായ പ്രൊട്ടക്ഷൻ ലഭ്യമാകുമോ? തീർച്ചയായും അത് പൂർണ്ണമായൊരു പ്രൊട്ടക്ഷൻ തന്നെയാണ്. പക്ഷേ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളുണ്ട്. അത് സാധാരണ വിശ്വാസികളും ഇസ്ലാമികമായി ജീവിക്കുന്നവരും കൃത്യമായി ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തരം കാര്യങ്ങളെ ആളുകൾ അവഗണിക്കുന്നത് കൊണ്ട് ആ കാര്യങ്ങളുടെ ഗൗരവത്തിലേക്കാണ് ഇന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ചികിത്സകനിൽ വൻ പാപങ്ങളും ഹറാമായ സമ്പാദ്യങ്ങളും ഉണ്ടാകാൻ പാടുള്ളതല്ല. തൻ്റെ ജീവിതത്തിൽ താൻ സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യ വസ്തുക്കളിൽ ഹറാമായ രീതിയിലുള്ള സമ്പാദ്യങ്ങളുണ്ടെങ്കിൽ പിശാചിന് അതിലൂടെ ഇടപെടാനും ചികിത്സകനെ അറ്റാക്ക് ചെയ്യാനും ഉള്ള സൗകര്യം ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് ഹറാമായ സമ്പാദ്യം തൻ്റെ സമ്പാദ്യത്തിലുണ്ടാവരുത്, നിലവിലും ഉണ്ടാവരുത്, ശേഷവും ഉണ്ടാവരുത്. അതായത് തൻ്റെ സമ്പാദ്യമാർഗങ്ങൾ പലപ്പോഴും ഹലാലായിരിക്കാം, പക്ഷേ അതിലൂടെ ഹറാമായ സമ്പാദ്യങ്ങൾ കടന്നു വരുന്നതിന് ഏതൊരു ഹലാലായ ജീവിത മാർഗത്തിലും ചില പാകപ്പിഴവുകൾ വന്നാൽ അത് സംഭവിക്കാം. മറിച്ച് ഹറാമായ മാർഗം തന്നെയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയേണ്ടതില്ല. പിന്നെ പലപ്പോഴും പലരിലും കാണുന്ന വിഷയമാണ് പലിശയുമായിട്ടുള്ള ബന്ധം. പലിശയുമായുള്ള ബന്ധമെന്ന് പറയുമ്പോൾ തൻ്റെ വാഹനം ലോണ്, വീട് ലോണ്, ബിസിനസ് ലോണ്, മറ്റ് പലതും
ബാങ്കുമായി ബന്ധമുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുള്ളൊരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നിസ്കാരം കൃത്യമാണ്, മറ്റ് ഇബാദത്തുകൾ കൃത്യമാണ്, രാവിലെയും വൈകിട്ടുള്ള പ്രാർത്ഥനകളുണ്ട്, രാത്രി ഉറങ്ങുമ്പോൾ ഉള്ള പ്രാർത്ഥന കറക്റ്റാണ് എന്നൊക്കെ വെച്ച് ചികിത്സയിലേക്ക് കടക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം അതെല്ലാം ചെറിയ അടയ്ക്കപ്പെട്ട ജന്നലുകളാണെങ്കിൽ വൻ വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഹറാമിൻ്റെ, വൻപാവങ്ങളുടെ. വൻപാവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ വൻപാവം ഷിർക്കാണ്. എല്ലാവരും കരുതുക തന്നിൽ നിന്ന് ഷിർക്ക് സംഭവിക്കുകയില്ല എന്നാണ്. അത് അവൻ്റെ അറിവിൻ്റെയും വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. കൃത്യമായി അഖീദ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ കൃത്യമായി ഇന്നതാണെന്ന് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഷിർക്ക് സംഭവിക്കുക പലപ്പോഴും അത്തരം ആളുകളിൽ അങ്ങനെയുള്ള ഷിർക്കുകൾ സംഭവിക്കുന്നുണ്ട്. അത് ആളുകൾ അറിയുന്നില്ല. അപ്പോൾ അത്തരം ഷിർക്കുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ അവർ ഈ ചികിത്സാ രംഗത്ത് ചുവടുറപ്പിക്കേണ്ടതില്ല. രണ്ടാമത്തെ വൻപാപം എടുത്തു നോക്കൂ, സിഹിറാണ്. ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും അത് സംഭവിക്കുകയില്ല. എന്നാൽ സിഹിർ ചികിത്സകനെ സംബന്ധിച്ച്, ഖുർആൻ ചികിത്സകനെ സംബന്ധിച്ച് ചില വേള അതിനുള്ള സാധ്യത ഒരുങ്ങും. വിവരം അറിവും കുറവാണെങ്കിൽ, ചികിത്സാ രംഗത്തുള്ള വിവരവും അറിവും ഇല്ലാതെ ചികിത്സാ രംഗത്തേക്ക് കടന്നാൽ ഖുർആൻ ചികിത്സകനെ തന്നെ പിശാച് പലവിധ ഐഡിയാസുകളിലൂടെ തെറ്റായ ചികിത്സാ രീതികളിലേക്ക് കൊണ്ടുപോവുകയും കൂടോത്രവും മന്ത്രവാദവും എങ്ങനെയാണോ ആ രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ സിഹിർ ചികിത്സകനെന്ന് സംഭവിക്കുക സാധ്യമായ കാര്യമാണ്. അതിൽ നിന്നൊരു ചികിത്സകൻ രക്ഷപ്പെടുന്നത് കൃത്യമായ ഖുർആനിൻ്റെ ആ ഫലം പൂർണ്ണമായും അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ചികിത്സയിൽ അടിയുറച്ച് നിൽക്കുകയും അതിൻ്റെ കൃത്യമായ ഫലം കാണുന്നവരെ ചികിത്സകൻ രോഗിയെ ഖുർആൻ ഉപയോഗിച്ച് ചികിത്സിക്കുകയും ചെയ്ത് നിലകൊള്ളുമ്പോൾ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. വിവരമില്ലാത്ത ആളുകളെ പല രീതിയിൽ പിശാചും രോഗിയും തന്നെ തെറ്റായ ചികിത്സാ രീതിയിലേക്ക് കൊണ്ടുപോവുക സ്വാഭാവികമാണ്. പലരുടെയും ചികിത്സയിൽ നമ്മളത് കേട്ടുകേൾവി ഉള്ളതാണ്. അതുകൊണ്ട് വൻപാവങ്ങൾ എന്ന് പറയുമ്പോൾ വൻപാവങ്ങളല്ലേ നമുക്കറിയാമല്ലോ, നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ടായില്ല. കൃത്യമായതിൻ്റെ അറിവ് നേടിക്കൊണ്ടായിരിക്കണം ആ സൂക്ഷ്മത നമ്മൾ കൈക്കൊള്ളേണ്ടത്. അതുപോലെ സാമ്പത്തിക രംഗം, പലിശ ഇടപാടുകൾ, ഒരാളിൽ പലിശയുമായിട്ടുള്ള ഇടപാട് അല്ല സമ്പാദ്യ മാർഗത്തിലുള്ള ഹറാമുകൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ദുആയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. അവൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടും. അവൻ ഇടപെടുന്ന കാര്യങ്ങളിൽ പരാജയവും നഷ്ടവും ഉണ്ടാവും. ആ ഹറാമായ സ്വത്തുകൾ അവൻ്റെ ഉള്ളിലേക്ക് ഭക്ഷണപദാർത്ഥ രീതിയിൽ പോയാൽ അവനിൽ സംഭവിക്കുക അള്ളാഹുവിൻ്റെ ശാപവും റഹ്മത്തിൽ നിന്ന് വിദൂരവും ആക്കപ്പെടും. അവൻ പിന്നെ ഖബറിലും പരലോകത്തും ശിക്ഷിക്കപ്പെടും. ഒപ്പം അവൻ ആ സമ്പാദ്യ മാർഗത്തിൽ നിന്ന് ചെയ്യുന്ന സദക്കകൾ പോലും സ്വീകരിക്കപ്പെടുകയില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ നിന്ന് എങ്ങനെയാണ് ആ വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സഹായവും പ്രൊട്ടക്ഷനും പ്രതീക്ഷിക്കുക? അതുകൊണ്ട് അടിസ്ഥാനപരമായ അതിഗൗരവമറിയിക്കുന്ന വൻപാപങ്ങളും വൻപാപങ്ങൾക്ക് തുല്യമായ സബുൽ മൂബിക്കാത്ത് എന്ന് പറഞ്ഞ് 7 വൻപാപങ്ങൾ എണ്ണപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, വൻപാപങ്ങൾ കബായിറുകളുടെ കൂട്ടത്തിൽ വേറെയും പാപങ്ങളെ നരകം കൊണ്ട് മുന്നറിയിപ്പ് നൽകപ്പെട്ട ഒരുപാട് പാപങ്ങൾ വേറെയും എണ്ണപ്പെട്ടിട്ടുണ്ട്. അതൊക്കെയും ഇതിൽ പരിഗണനീയമാണ്. അത്തരം തെറ്റുകളും പാപങ്ങളും തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതെ ശുദ്ധീകരിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണം ചികിത്സാ രംഗത്ത് ചുവടുറപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന് മാത്രമേ പ്രൊട്ടക്ഷൻ, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകുകയുള്ളൂ. ഇതുപോലെ ചർച്ച ചെയ്യപ്പെടേണ്ട പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. علم ربي من سؤال